അണുമണി തൂക്കം ഈമാനുള്ളവർ കേട്ടോളൂ. അല്ലാഹ് മുത്തുനബിയെ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഈ ഖുർആൻ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? എന്റെ വാക്ക് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് എനിക്ക് വേണ്ട, നിങ്ങളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട. എന്നെ ഞാനാക്കി തീർത്ത എന്റെ മശായിഖന്മാരെ മുൻനിർത്തിയിട്ട് പറയുന്നു, എന്നെ ഞാനാക്കി തീർത്ത എന്റെ ഗുരുനാഥന്മാരെ മുൻനിർത്തിയിട്ട് പറയുന്നു, എന്നെ അല്ലാഹ് അനുഗ്രഹിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിനെ മുൻനിർത്തിയിട്ട് പറയുന്നു, ഓ മക്കളെ, ഇന്നുവരെ നിങ്ങൾ ഏതെല്ലാം മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഏതൊക്കെ മയ്യിത്തെടുക്കുമ്പോൾ നിങ്ങൾ കൂടെ പോയിട്ടുണ്ട്, ഏതൊക്കെ മയ്യിത്തുകൾ ചുമന്നിട്ടുണ്ട്, ഏതെല്ലാം മയ്യിത്തിന്റെ പിറകെ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കേണ്ടതില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നുവരെ ഒരു മയ്യിത്തും തന്നെ ഒരു വീട്ടിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല, ഇനിയൊട്ടെടുക്കുകയുമില്ല. ഈ മയ്യിത്ത് വിളിച്ചു പറയാതെ, ഈ ആത്മാവ് വിളിച്ചു പറയാതെ, എന്താണ് മയ്യിത്ത് കട്ടിലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വിട്ടുപിരിയുന്ന റൂമിലേക്ക്, വിട്ടുപിരിയുന്ന വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ ആത്മാവ് പറയുന്നത് എന്താണ്? യാ ജമാഅത്തി, എന്റെ കൂട്ടുകാരെ, എന്റെ നാട്ടുകാരെ, എന്റെ ബന്ധുക്കളെ, എന്റെ സഹപാഠികളെ, എന്റെ മിത്രങ്ങളെ, ലാ തഗുറന്നകുമുദ്ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ദുനിയാവിന്റെ ഈ അനുഗ്രഹങ്ങളും നിങ്ങളെ വഞ്ചിക്കരുത്. കമാ ഗറത്തിനി, എന്നെ വഞ്ചിച്ചതുപോലെ ഞാൻ ഈ ദുനിയാവ് കണ്ട് പെട്ടുപോയതാ. ദുനിയാവിലെ സൗകര്യങ്ങള്, ഈ ദുനിയാവിന്റെ സുന്ദരമായ കോമാളിത്തരങ്ങള്, ഈ ദുനിയാവിന്റെ കോമര പ്രവർത്തനങ്ങള്, ഈ ദുനിയാവിൽ എന്റെ മുൻപിൽ നൃത്തം ചെയ്തപ്പോൾ ദുനിയാവിന്റെ നൃത്തം കണ്ട് മടങ്ങി ഞാൻ പെട്ടുപോയതാണ്. അതുപോലെ നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ ചതിയിൽ പെട്ടുപോകരുത്, എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത് എന്ന് പറയാതെ ഒരു ഉപ്പയും വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല, ഒരു ഉമ്മയും ഇറങ്ങിയിട്ടില്ല, ഒരു കൂട്ടുകാരനും ഇറങ്ങിയിട്ടില്ല. ഈ ദുനിയാവ് നിങ്ങളെ എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കരുത്. ഈ ദുനിയാവിന്റെ പളപളപ്പുള്ള ജീവിതത്തിൽ ഈ യാത്ര നിങ്ങൾ മറക്കരുത്. ഈ ദുനിയാവിന്റെ സൗകര്യമുള്ള വീടുകളിൽ ഈ മണ്ണ നിങ്ങൾ മറക്കരുത് എന്ന് പറയാതിരുന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, മക്കളെ, ആർക്കാണ് ഇതൊക്കെ ഇൽമു ഉള്ളത്? ആർക്കാണ് ഇതിനെക്കുറിച്ചൊക്കെ ബോധമുള്ളത്? ഞാൻ എന്റെ പ്രസംഗം നിർത്തി ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മുത്തുനബിയോട്, യാ റസൂലല്ലാഹ്, ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇൽമാകുന്ന പടച്ച റബ്ബിന്റെ നൂറ് ഉണ്ടെന്നതിന് വല്ല അടയാളമുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഈമാനുള്ളവരാ, മുസ്ലിമീങ്ങളാ, പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടുന്നവരാ, നിസ്കരിച്ചവരാ, നോമ്പെടുത്തവരാ, ദിക്റ് ചൊല്ലിയവരാ, ആഖിറം രക്ഷപ്പെട്ടവരാ. തൊള്ള കൊണ്ടൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ ധരിച്ചു വെച്ചവരാ. മോനെ, ഈ സദസ്സ് നീ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ്, ഈ സദസ്സ് വിട്ടുപിരിയുന്നതിന്റെ മുൻപ് ഞാൻ ഈ പറഞ്ഞ ഹദീസ് നീ ഒന്ന് ചിന്തിച്ചാളാ. നീക്ക് വിവരമുള്ള പണ്ഡിതനോടൊന്ന് ചോദിച്ചാളാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാളാ. ഈമാൻ ഒരു മനുഷ്യന്റെ കൽബിനകത്ത് ഉണ്ടെന്നതിന് അടയാളങ്ങളുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ നൂറാകുന്ന പ്രകാശമാകുന്ന ഇൽമ്, ഈമാൻ ഒരു മനുഷ്യന്റെ കൽബിനകത്തുണ്ട് എന്നത് തിരിച്ചറിയാൻ അടയാളമുണ്ടോ? ഹബീബ് പറയുന്നു, ഉണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് ഇറങ്ങിയിട്ടുണ്ട്, ഈമാൻ ഇറങ്ങിയിട്ടുണ്ട്, ഈമാൻ അണുമണിത്തൂക്കം കൽബിലുണ്ട് എന്നത് തിരിച്ചറിയാൻ അടയാളമുണ്ട്. എന്താണെന്നറിയോ?
التجافي عن دار الغرور والإنابة إلى دار الخلود والاستعداد للموت قبل نزوله. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് വിവരമില്ല. എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതാ ഒറ്റ വാക്കിൽ ഉറപ്പെടുത്തുകയാണ്, ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അടയാളം അത്തജാഫി അൻ ദാരിൽ ഖുറൂർ, ഈ വഞ്ചിക്കുന്ന ദുനിയാവിൽ നിന്ന് അകന്നകന്ന് പോകലാ, ദുനിയാവ് അകലന്ന് പോകലാ. ദുനിയാവിന്റെ പിറകെ ഓടണ്ട. സമ്പത്തുണ്ടാകുന്നത് തെറ്റല്ല, സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല, സ്വത്തുണ്ടാകുന്നത് വിരോധമല്ല, ജോലി ഉണ്ടാകുന്നത് കുറ്റമല്ല, അതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ അതിന്റെ പിറകെ ഓടല്ല. അല്ലാഹനെ മറന്നിട്ട് ദുനിയാവ് ഉണ്ടാക്കല്ല. ദീനെന്താണെങ്കിലും വേണ്ടിയില്ല, മതത്തിന്റെ നിയമം എന്താണെങ്കിലും വേണ്ടിയില്ല, നിസ്കാരം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ആഖിറം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ദുനിയാവിൽ പളപളപ്പുള്ള ജീവിതം വേണമെന്ന് കരുതി അതിന്റെ പിറകെ ഓടല്ല. ആർഭാടമുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് പലിശ വാങ്ങല്ല, പലിശക്ക് ലോൺ എടുക്കല്ല. ആർഭാടമുള്ള വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബൈക്ക് വാങ്ങല്ല, കാറെടുക്കല്ല, പലിശയുമായി ബന്ധപ്പെടല്ല, ആഖിറം നഷ്ടപ്പെടുത്തല്ല. വഞ്ചിക്കുന്ന ദുനിയാവിന്റെ പിറകെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തൂല. മാത്രമല്ല വൽഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്, അണുമണി തൂക്കം ഈമാനിന്റെ പൊരി, ഈമാനിന്റെ വെളിച്ചം കൽബിലുണ്ടെങ്കിൽ എപ്പോഴും അവന് ശാശ്വതമായ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയാ. എനിക്ക് മരിക്കണമല്ലോ, ആഖിറം രക്ഷപ്പെടണമല്ലോ, മയ്യത്ത് താങ്ങി പിടിച്ചു കൊണ്ടുപോകുമല്ലോ, ഖബറിലെത്തുമല്ലോ. ഖബറിലെത്തിയ ഈ ഖബറാദ്യം നമ്മോട് ചോദിക്കുന്നത്, മക്കളെ, മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഏതൊരു മനുഷ്യനും ഖബറിലെത്തി കഴിഞ്ഞാൽ ആദ്യം ഈ ഖബർ ചോദിക്കുന്നത്, മാ ഗറക യബ്ന ആദമ, നീ എന്തൊരു വഞ്ചിതനാ, എത്രയെത്ര മയ്യത്ത് മരിച്ചെടുത്ത് ചെന്നവനാ, എത്ര മയ്യത്ത് കുളിപ്പിച്ചവനാ, എത്ര മയ്യത്ത് ചുമന്നവനാ, എത്ര മയ്യത്ത് ഖബറിലിറക്കി വെച്ചവനാ, എത്ര ഖബറിന്റെ ചുറ്റുഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ചവനാ. അങ്ങനെയൊക്കെ മയ്യത്തുകൾ ചുമന്നിട്ട്, മയ്യത്ത് കട്ടിലുകൾ ചുമന്നിട്ട്, മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചിട്ട്, നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട്, മയ്യത്തിന്റെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട്, അപ്പോഴൊന്നും തന്നെ നിനക്കിതുപോലെ ഒരു അരവ് വരാനുണ്ടെന്ന് ചിന്തിച്ചില്ലല്ലോ, എന്നെ പറ്റി ഓർത്തില്ലല്ലോ. ഈ ഭൂമിക്ക് മുകളിൽ നടക്കുന്നവരിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവൻ നീയായിരുന്നു. നീ എന്റെ വയറ്റിലെത്തിയല്ലോ, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടറിഞ്ഞോ, അനുഭവിച്ചറിഞ്ഞോ. ഈ ഖബറാദ്യം തന്നെ മയ്യത്തിനോട് പറയുന്നതാ, ഹബീബ് പഠിപ്പിച്ചതാ. അല്ലാ അല്ലാ. അതുകൊണ്ട് മോനെ, ഈമാനുള്ള ആളുകൾ ചിന്തിക്കുന്നത് അതൊക്കെയാ. ഇങ്ങനെ പോകണമല്ലോ, ഖബറിൽ കിടക്കണമല്ലോ, മുൻകറിനെ കീറി വരുമല്ലോ, റൗമാനെത്തുമല്ലോ, ചോദ്യമുണ്ടല്ലോ. ഇത് ഓർത്തുകൊണ്ടേ ജീവിക്കുകയുള്ളൂ. അത് ഈമാനിന്റെ അടയാളമാണ്. മൂന്നാമത്തെ കാര്യം തങ്ങൾ പറഞ്ഞത്, വൽഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി, മരണത്തിന് ഒരുങ്ങി നിൽക്കലോ. ഏത് സമയവും മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കലോ. ആർക്കും ഒന്നും കൊടുക്കാനില്ല, ആരോടും പൊരുത്തപ്പെടിക്കാനില്ല, ആരെയും ചീത്ത പറഞ്ഞു പോയിട്ടില്ല, ആരെക്കുറിച്ചും ഗീബത്ത് പറഞ്ഞിട്ടില്ല, ആരോടും ബാധ്യതകളൊന്നുമില്ല. ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കലാ. ഈമാനിന്റെ അടയാളമാ.
എന്റെ മുൻപിലിരിക്കുന്ന മുഅ്മിനീങ്ങളോട്, ശബ്ദം കേൾക്കുന്ന മുഅ്മിനാത്തുകളോട് ഈ പറഞ്ഞ മൂന്നടയാളങ്ങളിൽ നിന്ന് ഏതെങ്കിലും എന്റെയും നിന്റെയും ഒക്കെ കൽബിൽ തോന്നിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടണ്ടേ, ആഖിറം രക്ഷപ്പെടണ്ടേ, ആഖിബത്ത് നന്നാവണ്ടേ, പാപങ്ങളൊക്കെ പുറത്ത് കിട്ടണ്ടേ. അല്ലാ അല്ലാ, ഇനി അങ്ങോട്ട് ഖബറുണ്ട്, പിന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പിന്നെ മഹ്ശറയുണ്ട്, പിന്നെ വിചാരണയുണ്ട്, പിന്നെ സിറാത്ത് എന്ന പാലമുണ്ട്, പിന്നെ നരകമുണ്ട്, പിന്നെ സ്വർഗമുണ്ട്, പലതും പലതുമുണ്ട്. അല്ലാ, 10ഓളം ദിവസം പ്രഭാഷണം നടത്തിയാൽ തീരൂല മക്കളെ. ഞാൻ മരണമല്ലേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഖബർ പറയാനില്ലേ, ഉയർത്തെഴുന്നേൽപ്പ് പറയാനില്ലേ, മഹ്ശറ പറയാനില്ലേ, മീസാൻ പറയാനില്ലേ, ഹിസാബ് പറയാനില്ലേ, പാലം നമുക്ക് കടക്കാനില്ലേ. അല്ലാ, ഞങ്ങള് സാധുക്കളാ, വിവരമില്ലാത്തവരാ, പാവങ്ങളാ. നീ ഒന്ന് നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുക അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, നന്നാക്കി തരണേ അല്ലാ.